പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തിരിച്ചുവരവിന്റെ ആനന്ദത്തിലേക്കും തിരിച്ചുവരവിന്റെ ഉത്സവത്തിലേക്കും ഞങ്ങളെ ആനയിക്കുന്ന ഞങ്ങളുടെ വലിയ കരുണയോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ തിരിച്ചു വരാൻ, കർത്താവെ അങ്ങനെ അങ്ങ് നൽകുന്ന സന്തോഷം ആനന്ദം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. വഴിവിട്ടുപോയ മക്കളെ ഓർത്ത്, വീട് വിട്ടകന്നു പോയ മക്കളെ ഓർത്ത്, കർത്താവെ അങ്ങേ വിട്ടുപോയി അകന്ന് ജീവിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി യാചിക്കുന്നു. തിരിച്ചു വരാനുള്ള വലിയ കൃപ അങ്ങ് തന്നെ അങ്ങയുടെ മക്കൾക്ക് നൽകണം. ഇതിനായിട്ട് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവമക്കളെയും, എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും എല്ലാ സന്യാസിനിമാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളുടെ ജീവിതങ്ങള് പണ്ടത്തേതുപോലെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സഹായം ഞങ്ങൾക്ക് നൽകണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവേ, വിശുദ്ധ മിഖായിൽ മാലാഖെ, സകല വിശുദ്ധരെ മാലാഖമാരെ വലിയ അഭിഷേകത്താൽ നിറയപ്പെടാൻ, കർത്താവിന്റെ വചനവും ആഹ്വാനവും സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു സമയമാണല്ലോ നോമ്പുകാലത്തിന്റെ ചൈതന്യം. ഈ സമയം അതിന്റെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും ഇടയാകാൻ വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇന്ന് കർത്താവ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനമാണ്. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. സഹജനത്തിന്റെ ഒരു രോദനവും ഒരു നിലവിളിയും ഒരു പ്രാർത്ഥനയുമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഈ പ്രാർത്ഥന. നമുക്കറിയാം, ജെറമ്യായുടെ പ്രവചനങ്ങളൊക്കെ വിസ്മരിച്ച്, തിരസ്കരിച്ച്, അനുസരണക്കേട് കാണിച്ച് ഒന്നും സ്വീകരിക്കാതെ പോയ ജനം പിന്നീട് വലിയ പ്രവാസത്തിലേക്കൊക്കെ പോകേണ്ടി വന്നപ്പോ അവൻ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. ആ വിലാപത്തിന്റെ കണ്ണുനീരോടെ നാശത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് ആ ജനത്തിന്റെ പ്രാർത്ഥനയാണ്, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. എന്നിട്ട് പറയാ, പണ്ടത്തേതുപോലെ അങ്ങയോട് കൂടെ അങ്ങ് യുദ്ധം ചെയ്ത് അങ്ങ് സംരക്ഷിക്കുന്ന, അങ്ങയാൽ പരിപാലിക്കപ്പെടുന്ന സമ്പത്തും സമൃദ്ധിയും ധാരാളം ഫലങ്ങളും നിറയപ്പെട്ട ജീവിതമാണ് കർത്താവിന്റെ കൂടെയുള്ള ജീവിതം. അതിലേക്ക് ആ പണ്ടത്തേതുപോലെ ആക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കർത്താവിന്റെ സന്നിധിയില് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനം നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. കർത്താവ്, ഞങ്ങളുടെ മക്കൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കള്, നമ്മള് കർത്താവിലേക്ക് തിരിയണം. നമ്മളൊരു പാട്ടൊക്കെ പാടില്ലേ, അതായത് സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ ജീവിതവും കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മുടെ ജീവിതമായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ജനം ഈ തിരിച്ചറിവ് ലഭിച്ച് കഴിഞ്ഞപ്പോ, അതും എപ്പോഴാണ് ലഭിച്ചേ? നാശവും പ്രവാസവും ദുരന്തവും പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ച ആ വലിയ ദയനീയമായ അവസ്ഥയിൽ നിന്നാണ് ഈ ജനം അനുഭവിച്ചെന്ന് പറയാ. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പണ്ടത്തേതുപോലെ ഒരു പാട്ടൊക്കെ പാടില്ലേ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. പണ്ടത്തെ പോലെ എന്താണ്? പണ്ടത്തെ പോലെ കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ സംരക്ഷണത്തില്, കർത്താവിന്റെ സാന്നിധ്യത്തില്, കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ജീവിതം അനുഗ്രഹമാണ് മക്കളെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കള് ഇത്രയും സ്നേഹമുള്ള, രക്ഷിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, ഒരിക്കലും പോലും തോറ്റുപോകാതെ കൂടെ നിൽക്കുന്ന ആ കർത്താവിന്റെ കൂടെ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ ജീവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന. കർത്താവെ, ഞങ്ങൾ ഇങ്ങനെ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ.
ഒരു പ്രാർത്ഥന നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്കും പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്തർക്കും അഭിവന്യ പിതാക്കന്മാർക്കും വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. കർത്താവിലേക്ക് തിരിയാൻ ഒരു വലിയൊരു അഭിഷേകം, വലിയൊരു മനസ്സ്. പ്രാർത്ഥിക്കുന്ന വൈദികര്, പ്രാർത്ഥിക്കുന്ന അഭിവന്യ പിതാക്കന്മാര്, പ്രാർത്ഥിക്കുന്ന സന്യസ്തര്, പ്രാർത്ഥിക്കുന്ന യുവമക്കള്, പ്രാർത്ഥിക്കുന്ന കൊച്ചുമക്കള്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങള് കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ഫലദായകമാക്കും, അനുഗ്രഹപ്രദമാക്കി മാറ്റും. അതുകൊണ്ടാണ് ഈ ജനം ഈ തിരിച്ചറിവിൽ നിന്നാണ് ഈ വിലാപങ്ങൾ പുസ്തകത്തിൽ ഈ ദയനീയമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ മടങ്ങി വരട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. മടങ്ങി വരവിന്റെ, തിരിച്ചു വരവിന്റെ ആനന്ദം, സന്തോഷം സകല മക്കളിലും നിറയപ്പെടുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ ദിവസങ്ങളൊക്കെ തിരിച്ചുവരവിന്റെ വലിയ ആനന്ദത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ആനയിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് അങ്ങയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് സംലഭ്യനായിക്കൊണ്ട് ഞങ്ങളോട് അടുത്തിരിക്കുന്ന ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ മക്കൾക്ക് നൽകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം. ഞങ്ങൾ മടങ്ങി വരണം കർത്താവെ. അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണം കർത്താവെ. ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവമക്കള്, കൊച്ചുമക്കള്, കർത്താവെ, ഞങ്ങളുടെ സഭ, വൈദികര്, സന്യസ്തര്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അങ്ങനെ അങ്ങയിലേക്ക് തിരിഞ്ഞ് അങ്ങയെ സ്വന്തമാക്കി ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, കർത്താവ് കൂടെയുള്ള സമൃദ്ധിയുടെ, എല്ലാ സംരക്ഷണത്തിന്റെ, വലിയ വിശുദ്ധിയുടെ, കർത്താവെ, വലിയ ഐക്യത്തിന്റെ വലിയൊരു അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയാൻ ഞങ്ങൾ അങ്ങയിലായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയിലായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ മക്കളിലേക്ക് കർത്താവ് ഈ വലിയ അഭിഷേകം നിറയട്ടെ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് തീരുമാനിക്കാം കർത്താവെ. ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്വാതന്ത്ര്യം അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അങ്ങ് കൃപ തരണം. ഞങ്ങൾ വിചാരിച്ച നടക്കില്ല. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്ന് അങ്ങ് കണ്ടല്ലോ കർത്താവ്. ഉൽപ്പത്തി 6:5 ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങ് കണ്ടു, അങ്ങേക്കറിയാം ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കാൻ, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിക്കാൻ അഭിഷേകം നിറയ്ക്കട്ടെ. മക്കളിൽ നിറയട്ടെ, കുടുംബങ്ങളിൽ നിറയട്ടെ, എല്ലാ മക്കളിൽ നിറയട്ടെ. അങ്ങയുടെ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ, അത് കാണാനുള്ള ഭാഗ്യം പണ്ടത്തേതുപോലെ നല്ലൊരു കാലം അങ്ങയിൽ കർത്താവെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി ഈ വലിയൊരു സന്ദേശം നമ്മളിൽ സംഭവിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ ദിവ്യവരങ്ങളും ചിന്തിക്കൊണ്ട് അങ്ങയിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ.
ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അതിനുള്ള അനുഗ്രഹം ഈ ആശീർവാദത്തിലൂടെ മക്കളിലേക്ക് ഒഴുകട്ടെ, കുടുംബത്തിലേക്ക് ഒഴുകട്ടെ. തിരിച്ചു വരവിന്റെ അഭിഷേകം നിറയട്ടെ ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരിച്ചു വരുമ്പോൾ അങ്ങ് നൽകുന്ന സമാധാന സന്തോഷം അനുഭവിക്കാൻ, അത് മുന്നാസ്വദിച്ചുകൊണ്ട് കടന്നു വരാൻ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ.